ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെറിയൊരു യാത്രയുടെ വീഡിയോ ആണ്. വേറെ അങ്ങോട്ടുമല്ല, മിനി ഊട്ടിയിലേക്കാണ്. ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ട് പെട്ടെന്ന് നടന്നൊരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് യാത്ര പുറപ്പെട്ടത്. മിനി ഊട്ടിയിലേക്കാണ് പോകുന്നത്. മിനി ഊട്ടിയിലേക്കുള്ള റോഡ് നിങ്ങൾ പോയവർക്ക് അറിയാം, അത്യാവശ്യം നല്ല ഡാമേജ് ആയിട്ടുള്ള റോഡ് തന്നെയായിരുന്നു. അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഹൈറ്റിലാണ് മിനി ഊട്ടി ഉള്ളത്, പക്ഷേ അങ്ങോട്ടേക്കുള്ള റോഡ് എന്ന് പറയുന്നത് ഭയങ്കര ഡാമേജ് ആയിരുന്നു കേട്ടോ. ഇത്രയും തിരക്കുള്ള അല്ലെങ്കിൽ ഇത്രയും ആളുകൾ വരുന്ന നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടും അങ്ങോട്ടുള്ള റോഡ് എന്തുകൊണ്ട് നന്നാക്കുന്നില്ല എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്രയും വലിയ കുഴിയും റോഡും ഗട്ടറും മലയൊക്കെ കടന്ന് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിനി ഊട്ടി, മലപ്പുറം ജില്ലക്കാരുടെ മിനി ഊട്ടി. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേഗം ഉള്ളിലേക്ക് പോയി. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. വലിയ വെയിലും ഇല്ല, എന്നാൽ വലിയ മഴയില്ലാത്ത നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവിടെ കുറച്ച് മഴക്കാറും പിന്നെ കുറച്ച് വെയിലും, ചില ഭാഗത്ത് വെയിലൊക്കെ ആയിട്ട് നമ്മൾ ആ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന വ്യൂ ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു. ഇതിന് മുമ്പ് മിനി ഊട്ടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് മിനി ഊട്ടിയിലാണ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൂസിന് ഇതൊക്കെ പുതിയ കാഴ്ചയായിരുന്നു കേട്ടോ. അവൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ വ്യൂ ഒന്ന് നോക്കിക്കുക, നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്, കുറച്ച് മഴക്കാറും പിന്നെ കുറച്ച് വെയിലും പിന്നെ ആ ഗ്ലാസ് ബ്രിഡ്ജും കൂടെ വരുമ്പോൾ അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ അതിനുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഇതാ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ ആരും താഴേക്ക് നോക്കണില്ല കേട്ടോ. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു പേടി ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വരാനൊരു ചാൻസ് ഉണ്ട്. കാരണം ഫുള്ള് ഗ്ലാസ് അല്ലേ, നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് താഴേക്ക് കാണുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടിയും ചെറിയൊരു ഭയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാലും നല്ല ധൈര്യത്തിൽ ഞങ്ങളെല്ലാവരും നടന്നു. അമ്മയ്ക്കും രമൺ ചേച്ചിക്കും ഒക്കെ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അറ്റത്തെത്തിയപ്പോഴേക്ക് ഗ്ലാസ്സിന് ചെറിയൊരു അനക്കൊക്കെ പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ വല്ലാണ്ട് റിസ്ക് എടുക്കാൻ നിന്നിട്ടില്ല. കുറച്ച് പുറത്ത് നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ, അത് നല്ല വ്യൂ ആണ്, ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുള്ള വ്യൂ ആണ്. അതൊക്കെ കുറച്ച് ആസ്വദിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 മണിക്ക് ശേഷം അവിടെ ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ അതുവരെ ഞങ്ങൾ ബ്രിഡ്ജിൽ നിന്നില്ല, കാരണം അപ്പോഴേക്കും മഴ ഏകദേശം ഇങ്ങനെ വരാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് മഴ പൊഴിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോഴേക്കും മഴ അത്യാവശ്യം പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നേരം നിന്ന് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കായിരുന്നു, സൺഡേ ആണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു മിനി ഊട്ടിയിൽ. അപ്പോൾ അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പൂസിന് ഇങ്ങനെ മഴ കാണാനും മഴയത്ത് ഇങ്ങനെ കൈ പിടിച്ച് വെള്ളം കയ്യിലാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ആക്കി ഞങ്ങൾ പിന്നെ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും മഴ അടിപൊളിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും കുട ആരും എടുക്കാത്തതുകൊണ്ട് തന്നെ എന്തായാലും മഴ മാറിയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ വേഗം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെച്ചിട്ട് അമൃത കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണം, അത് അവിടെ നിന്ന് കൊടുത്തു. അവൻ കഴിച്ചു കഴിഞ്ഞിട്ടും ഞങ്ങൾക്കുള്ള ഫുഡൊന്നും എത്തിയിരുന്നില്ല. പിന്നെ ലാസ്റ്റ് ഞങ്ങളെത്തി. ഞാൻ അമൃത ഓരോ അവിൽ മിൽക്കും പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓരോ ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചായയും അവിൽ മിൽക്കും പിന്നെ കണ്ണൻ്റെ ഒരു ലോഡഡ് ഫ്രൈസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും മഴ ഏകദേശം മാറിയിട്ടുണ്ടായിരുന്നു. മെല്ലെ ഇറങ്ങി ഒരു 7 മണി 7:30 ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്